2026 മെയ് മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ എല്ലാ കൂട്ടുകാരും ഒന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. 2026 മെയ് മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. ഫസ്റ്റ് പോയിന്റ്, അടുത്തിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ശാസ്ത്രീയ സർവേ നടത്തിയ ഫോജ്ശാല സമുച്ചയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? മധ്യപ്രദേശിലാണ് കേട്ടോ. അപ്പോൾ ഫോജ്ശാല സമുച്ചയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. അടുത്ത പോയിന്റ്, ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സുസ്ഥിര വികസന പുരസ്കാരത്തിൽ സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന വിഭാഗത്തിൽ ദേശീയ തലത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ കേരളത്തിലെ പഞ്ചായത്താണ് മേലുകാവ് ഗ്രാമപഞ്ചായത്ത്, കോട്ടയം. അപ്പൊ എന്താണ്? ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സുസ്ഥിര വികസന പുരസ്കാരത്തിലാണ് സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന വിഭാഗത്തിൽ ദേശീയ തലത്തിൽ തന്നെ 1ാം സ്ഥാനത്തെത്തിയ നമ്മുടെ കേരളത്തിലെ പഞ്ചായത്താണ് മേലുകാവ് ഗ്രാമപഞ്ചായത്ത്, കോട്ടയം. ക്ലിയർ ആണ്? അടുത്ത പോയിന്റ്, ജനന നിരക്കിലുണ്ടായ വലിയ കുറവ് പരിഹരിക്കുന്നതിനായി കുടുംബത്തിലെ 3ാമത്തെ കുട്ടിക്ക് 30,000 രൂപയും 4ാമത്തെ കുട്ടിക്ക് 40,000 രൂപയും സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് കേട്ടോ. അപ്പൊ എന്താണ്? ജനന നിരക്കിലുണ്ടായ വലിയ കുറവ് പരിഹരിക്കുന്നതിനായി കുടുംബത്തിലെ 3ാമത്തെ കുട്ടിക്ക് 30,000 രൂപയും 4ാമത്തെ കുട്ടിക്ക് 40,000 രൂപയും സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ഗ്രാമീണ തലത്തിൽ നടപ്പിലാക്കുന്നത് വിലയിരുത്താൻ കേന്ദ്ര സർക്കാർ വികസിപ്പിച്ചെടുത്ത നൂതന മാനദണ്ഡമാണ് പഞ്ചായത്ത് അഡ്വാൻസ്മെന്റ് ഇൻഡെക്സ് കേട്ടോ. പഞ്ചായത്ത് അഡ്വാൻസ്മെന്റ് ഇൻഡെക്സ്. 2026 ഇംഗ്ലീഷ് FA ഫുട്ബോൾ ചാമ്പ്യന്മാരായത് മാഞ്ചസ്റ്റർ സിറ്റി കേട്ടോ. മാഞ്ചസ്റ്റർ സിറ്റി. സ്ത്രീകൾ നയിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് ഈട് രഹിത വായ്പകൾ പ്രഖ്യാപിച്ച സർക്കാരാണ് ഡൽഹി സർക്കാർ കേട്ടോ. അപ്പൊ സ്ത്രീകൾ നയിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് ഈട് രഹിത വായ്പകൾ പ്രഖ്യാപിച്ച സർക്കാർ എവിടത്തെയാണ്? ഡൽഹിയിലെയാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യ ആന സംഘർഷ പഠന ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത് പലാമു ടൈഗർ റിസർവ്, ജാർഖണ്ഡിലാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യ ആന സംഘർഷ പഠന ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത് പലാമു ടൈഗർ റിസർവ്, ജാർഖണ്ഡ്. എബോളയുടെ ബുണ്ടിബൂഗേയ വകഭേദം പടർന്നു പിടിക്കുന്നതിനെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യങ്ങൾ കോങ്കോയും ഉഗാണ്ടയുമാണ് കേട്ടോ. അപ്പോൾ അടുത്തിടെ എബോളയുടെ തന്നെ ബൂണ്ടിബൂഗിയോ വകഭേദം പടർന്നു പിടിക്കുന്നതിനെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യങ്ങളാണ് കോങ്കോ, ഉഗാണ്ട. പുതിയ ഓർഡിനൻസ് പ്രകാരം ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ സുപ്രീം കോടതിയിലെ ആകെ ജഡ്ജിമാരുടെ എണ്ണം എത്രയായിട്ട് ഉയർന്നു? 38 ആയിട്ട് ഉയർന്നു കേട്ടോ. അപ്പോൾ 37 ജഡ്ജിമാരും ഒരു ചീഫ് ജസ്റ്റിസുമാണ്. അപ്പോൾ പഠിച്ചു വെക്കണം, പുതിയ ഓർഡിനൻസ് പ്രകാരം ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ സുപ്രീം കോടതിയിലെ ആകെ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? 38 ആയിട്ട് ഉയർന്നു. അതായത് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണമാണ് 38 ആയിട്ട് ഉയർന്നത്. 37 ജഡ്ജിമാർ പ്ലസ് 1 ചീഫ് ജസ്റ്റിസ് കേട്ടോ. അങ്ങനെയാണ് 38. ക്ലിയർ ആണ്? അടുത്ത പോയിന്റ്, യൂസഫ് അലി കേച്ചേരി മ്യൂസിക് ഫൗണ്ടേഷന്റെ 2026 മഹാപ്രതിഭ പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പി. 11ാം നൂറ്റാണ്ടിലെ ചരിത്രപ്രധാനമായ ആനമംഗലം ചോള ചേപ്പേടുകൾ ഇന്ത്യക്ക് ഔദ്യോഗികമായി തിരികെ നൽകിയ രാജ്യം നെതർലാൻഡ്സ് ആണ് കേട്ടോ. അപ്പോൾ 11ാം നൂറ്റാണ്ടിലെ ചരിത്രപ്രധാനമായ ആനമംഗലം ചോള ചേപ്പേടുകൾ ഇന്ത്യക്ക് ഔദ്യോഗികമായി തിരികെ നൽകിയ രാജ്യം നെതർലാൻഡ്സ്. കേരള നിയമസഭയുടെ പുതിയ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലെത്തുന്ന തിരഞ്ഞെടുക്കപ്പെട്ട വനിത ഷാനിമോൾ ഉസ്മാനാണ്. നിയമസഭാ മണ്ഡലം അരൂരാണ് കേട്ടോ. പഠിച്ചു വെക്കണേ, കേരള നിയമസഭയുടെ പുതിയ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിതയാരാണ്? ഷാനിമോൾ ഉസ്മാൻ. അവരുടെ നിയമസഭാ മണ്ഡലം അരൂരാണ്. ഇനി കേരള നിയമസഭയുടെ പുതിയ സ്പീക്കർ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കേട്ടോ. കേരള നിയമസഭയുടെ പുതിയ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നിയമസഭാ മണ്ഡലം കോട്ടയമാണ്. കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം
2025 ഇന്ത്യയിൽ കയറ്റുമതി വരുമാനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. നമുക്കറിയാം ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ പോർട്ടുകൾ കൂടുതലൊക്കെ ഉള്ളത്. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്തോണം. കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം 2025 ഇന്ത്യയിൽ കയറ്റുമതി വരുമാനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് ഫോറത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം നമ്മുടെ വർക്കലയാണ് കേട്ടോ. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് ഫോറത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം വർക്കല. ഇന്ത്യയിലെ ആദ്യത്തെ കടലിനടിയിലൂടെയുള്ള റെയിൽ തുരങ്കം നിർമ്മിക്കുന്നത് ആരാണ്? വിക്രോളിയാണ് കേട്ടോ. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈസ്പീഡ് റെയിൽ പദ്ധതിയായിട്ടുള്ള മുംബൈ ടു അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ കോറിഡോറിന്റെ ഭാഗമായാണ് ഈ ഒരു തുരങ്കം നിർമ്മിക്കുന്നത്. അടുത്ത പോയിന്റ്, 2026 നോർവേയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് ലഭിച്ച വ്യക്തി ആരാണ്? നമ്മുടെ നരേന്ദ്ര മോദിയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം. 2026 നോർവേയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് ലഭിച്ച വ്യക്തി നരേന്ദ്ര മോദിയാണ്. IPL ചരിത്രത്തിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് നേടിയ താരമാരാണ്? വൈഭവ് സൂര്യവംശിയാണ് കേട്ടോ. വൈഭവ് സൂര്യവംശിയാണ്. 16ാം നിയമസഭയുടെ പ്രോടൈം സ്പീക്കറായ വ്യക്തി ജി സുധാകരനാണ് കേട്ടോ. 16ാം നിയമസഭയുടെ പ്രോടൈം സ്പീക്കറായ വ്യക്തി ആരാണ്? ജി സുധാകരനാണ്. നിയോജക മണ്ഡലം അമ്പലപ്പുഴ നിയോജക മണ്ഡലമാണ്. ഇനി അടുത്ത പോയിന്റിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ ടെലഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയാണ് ആ ബാച്ചിൻ്റെ ഒരു ഡ്യൂറേഷൻ അതായത് ടൈമിംഗ് വരുന്നത്. അപ്പോൾ അതായത് നിങ്ങൾക്ക് ആ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡഡ് സെക്ഷൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ തന്നെ ഇടുന്നതാണ്. അതോടൊപ്പം തന്നെ PDF നോട്ട്സ് നമ്മൾ എടുക്കുന്ന എല്ലാ കറണ്ട് അഫയേഴ്സിൻ്റെയും PDF നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ വീക്കിലി മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. റിവിഷൻ അതായത് ടോപ്പിക് വൈസ് ആയിട്ട് തന്നെയാണ് കറണ്ട് അഫയേഴ്സ് ഈ ഒരു ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിലിപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് പഠിക്കുന്നതിനനുസരിച്ച് തന്നെ അതോടൊപ്പം തന്നെ മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് എല്ലാം നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. 6 മാസമാണ് ഡ്യൂറേഷൻ വരുന്നത്. അതായത് VFA പരീക്ഷ വരെ ആയിരിക്കും ഈ ഒരു ബാച്ചിലെ ഡ്യൂറേഷൻ വരുന്നത്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ വരെയാണ്. അപ്പോൾ ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും 10ഉം 20ഉം മാർക്കുമാണ് കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നിന്ന് ചോദിക്കുന്നത്. അതുപോലെ തന്നെ അഡ്മിഷൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പം ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാവുന്നൊരു രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. എല്ലാ ദിവസവും ഡെയിലി ക്ലാസ്സുകളാണ് വരുന്നത്. ടോപ്പിക് വൈസ് ആയിട്ടാണ് കറണ്ട് അഫയേഴ്സ് പഠിപ്പിക്കുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരമാണ് ലൈവ് ക്ലാസ് വരുന്നത്. 7:30 തൊട്ട് 8:30 വരെയാണ് ലൈവ് ക്ലാസ് വരുന്നത്. ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ റെക്കോർഡഡ് സെക്ഷൻ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിന് മുമ്പേ എടുത്ത റെക്കോർഡഡ് സെക്ഷൻ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. അതോടൊപ്പം തന്നെ PDF നോട്ട്സ്, വീക്കിലി മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ ഓറിയൻറ്റഡ് ക്ലാസ്സസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ കറണ്ട് അഫയേഴ്സ് പക്കയാക്കി തരുന്നതാണ്. മാക്സിമം എത്രയും പെട്ടെന്ന് എല്ലാവരും ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കണേ. അടുത്ത പോയിന്റിലോട്ട് പോവാം. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ഇന്ത്യൻ റെയിൽവേയുടെ പുതിയതായി പരിഷ്കരിച്ച ലോഗോയിലെ നക്ഷത്രങ്ങളുടെ എണ്ണം എത്രയാണ്? 18 നക്ഷത്രങ്ങളാണ് ഉള്ളത് പുതിയതായി പരിഷ്കരിച്ച ലോഗോയിൽ. അടുത്തിടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ പുതിയ ഉത്തരവ് പ്രകാരം വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്ത സ്ഥാപനം ഏതാണ്? ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ അഥവാ BCCI ആണ് കേട്ടോ. BCCI ആണ്. ഗുജറാത്തിലെ വമ്പൻ ജലസേചന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയായിട്ടുള്ള കൽപ്പസാർ പ്രോജക്റ്റിന് സാങ്കേതിക സഹായം നൽകുന്നതിനായി ഇന്ത്യ ഏത് രാജ്യവുമായാണ് സഹകരണ കരാറിൽ ഒപ്പുവെച്ചത്? അപ്പോൾ ഏതാണ്? നെതർലൻഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ഗുജറാത്തിലെ വമ്പൻ ജലസേചന പദ്ധതിയായിട്ടുള്ള കൽപ്പസാർ പ്രോജക്റ്റിന് സാങ്കേതിക സഹായം നൽകുന്ന രാജ്യം ഏതാണ്? നെതർലൻഡ്സ് ആണ്. വയോജന ക്ഷേമത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന നയത്തിന് പ്രചോദനമായിട്ടുള്ള ജാപ്പനീസ് ആശയം ഇക്കിഗായി ആണ് കേട്ടോ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. വയോജന ക്ഷേമത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന നയത്തിന് പ്രചോദനമായിട്ടുള്ള ജാപ്പനീസ് ആശയം ഏതാണ്? ഇക്കിഗായി ആണ് കേട്ടോ. ഇക്കിഗായി. ഇന്ത്യയിൽ ആദ്യമായി സാറ്റലൈറ്റ് ടാഗ് ചെയ്ത ഗംഗ സോഫ്റ്റ് ഷെൽ ആമയെ തുറന്നുവിട്ട ദേശീയോദ്യാനം കാസിരംഗ ദേശീയോദ്യാനം അസമിലാണ് കേട്ടോ. കാസിരംഗ ദേശീയ ഉദ്യാനം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് അനുവദിച്ചിരിക്കുന്ന റൂട്ട് ഏതാണ്? ബംഗളൂരു ടു മുംബൈ ആണ്.
2026 മെയ് മാസത്തിൽ ഗ്ലാൻഡേഴ്സ് ഡിസീസ് അഥവാ കുതിരപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇന്ത്യൻ നഗരം ഏതാണ്? ചെന്നൈ ആണ് കേട്ടോ, ചെന്നൈ. മലയാറ്റൂർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ്? KV മോഹനകുമാറാണ്. കൃതി ഊല നിയോഗിയുടെ സഞ്ചാരങ്ങളും മസൂദിയുടെയും. അപ്പോൾ മലയാറ്റൂർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാര ജേതാവാരാണ് 2026 KV മോഹനകുമാറാണ്. 2050 ആകുമ്പോഴേക്കും കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുക എന്ന ലക്ഷ്യം നിശ്ചയിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭാ മണ്ഡലം കാട്ടാക്കട നിയമസഭാ മണ്ഡലമാണ്. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ AI ചിത്രം ഏതാണ്? വാഗ്ദത്ത ഭൂമിയാണ് കേട്ടോ. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ AI ചിത്രം ഏതാണ്? വാഗ്ദത്ത ഭൂമിയാണ്. 2026 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ വ്യക്തി യാങ് ഷുവാങ് സി ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. 2026 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ വ്യക്തി ആരാണ്? യാങ് ഷുവാങ് സി ആണ്. കൃതി ഏതാണ്? തായ്വാൻ ട്രാവലോഗ് എന്ന് പറഞ്ഞ കൃതിയാണ്. ഈ കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ലിൻ കിങ് ആണ് കേട്ടോ. ഒന്നുകൂടെ പറയാം, 1 മാർക്ക് ഉറപ്പാണ്, അപ്പോൾ പഠിച്ചു വെക്കണം. 2026 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ വ്യക്തി യാങ് ഷുവാങ് സി ആണ്. കൃതി തായ്വാൻ ട്രാവലോഗ് ആണ്. ഈ തായ്വാൻ ട്രാവലോഗ് എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം അഥവാ ട്രാൻസ്ലേറ്റ് ചെയ്തത് ലിൻ കിങ് ആണ് കേട്ടോ. അടുത്ത പോയിന്റ്, ലോകത്തിലെ ഏറ്റവും അപകട ഭീഷണിയുള്ള ജോലികളിലൊന്നായ കൊമേഴ്ഷ്യൽ ഡൈവിംഗിൽ ലൈസൻസ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയായ മലയാളിയാണ് KV അതുല്യ. കേരള ഹൈക്കോടതിയിലെ പുതിയ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി നിയമിതനായതാരാണ്? അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായാണ്. അപ്പോൾ കേരള ഹൈക്കോടതിയിലെ പുതിയ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ സുസ്ഥിര കൃഷിക്കും ഭക്ഷ്യസുരക്ഷയ്ക്കുമുള്ള സംഭാവനകളെ മാനിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയ പരമോന്നത പുരസ്കാരമാണ് അഗ്രിക്കോള മെഡൽ. VT ഭട്ടതിരിപ്പാട് സ്മാരക പുരസ്കാരം നേടിയ വ്യക്തി TM എബ്രഹാം ആണ് കേട്ടോ. അപ്പോൾ 2026 VT ഭട്ടതിരിപ്പാട് സ്മാരക പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? TM എബ്രഹാം. 16ാം കേരള നിയമസഭയുടെ ചീഫ് വിപ്പ് ആരാണ്? അപ്പു ജോൺ ജോസഫ് ആണ് കേട്ടോ. അപ്പു ജോൺ ജോസഫ് ആണ്. നിയമസഭാ മണ്ഡലം തൊടുപുഴയാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. 16ാം കേരള നിയമസഭയുടെ അഥവാ നിലവിലെ ചീഫ് വിപ്പ് ആരാണ് കേരളത്തിലെ? അപ്പു ജോൺ ജോസഫ് ആണ്. നിയമസഭാ മണ്ഡലം തൊടുപുഴയാണ്. സ്കൂളിലും മദ്രസകളിലും ദിവസവും രാവിലെ വന്ദേ മാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് കേട്ടോ. പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. ഇന്ത്യയിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം കേരളമാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം കേരളം. കേരളത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റത് PK കുഞ്ഞാലിക്കുട്ടിയാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. PK കുഞ്ഞാലിക്കുട്ടിയുടെ നിയമസഭാ മണ്ഡലം മലപ്പുറമാണ്. അപ്പോൾ പഠിച്ചു വെക്കണം, കേരളത്തിലെ ആദ്യത്തെ AI വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റത് PK കുഞ്ഞാലിക്കുട്ടിയാണ്. PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം വ്യവസായം, IT, AI വകുപ്പ് മന്ത്രി കൂടിയാണ് PK കുഞ്ഞാലിക്കുട്ടി. ISL ഫുട്ബോളിൽ കന്നി കിരീടം സ്വന്തമാക്കിയ ടീം ഏതാണ്? ഈസ്റ്റ് ബംഗാളാണ് കേട്ടോ. കേരളത്തിന് പിന്നാലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം തമിഴ്നാടാണ് കേട്ടോ. കേരളത്തിന് പിന്നാലെ ആർട്ടിഫിഷ്യൽ AIക്ക് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. അടുത്തിടെ പ്രകാശനം ചെയ്ത ദ ലൈബ്രറി മാൻ ഓഫ് ഇന്ത്യ ദ സ്റ്റോറി ഓഫ് PN പണിക്കർ എന്ന പുസ്തകം രചിച്ച വ്യക്തി PP സത്യൻ. അപ്പോൾ അടുത്തിടെ പ്രകാശനം ചെയ്ത ദ ലൈബ്രറി മാൻ ഓഫ് ഇന്ത്യ ദ സ്റ്റോറി ഓഫ് PN പണിക്കർ എന്ന പുസ്തകം രചിച്ച വ്യക്തി ആരാണ്? PP സത്യനാണ്. 2026 അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോനോട്ടിക്സ് ആൻഡ് അസ്ട്രോനോട്ടിക്സിന്റെ ഗോഡാർഡ് അസ്ട്രോനോട്ടിക്സ് അവാർഡ് ലഭിച്ച ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യം ഏതാണ്? ചന്ദ്രയാൻ 3 ആണ് കേട്ടോ. ചന്ദ്രയാൻ 3 ആണ്. ഗോഡാർഡ് അസ്ട്രോനോട്ട് അവാർഡ് 2026 ലഭിച്ച നമ്മുടെ ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമാണ് ചന്ദ്രയാൻ 3. കേരള മുഖ്യമന്ത്രിയുടെ പുതിയ സെക്രട്ടറിയായി നിയമിതനായ IAS ഉദ്യോഗസ്ഥനാരാണ്? രത്തൻ യു കേൽക്കർ ആണ് കേട്ടോ. നമ്മുടെ മുൻ കേരളത്തിലെ തൊട്ടു മുമ്പത്തെ എന്താണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻ കേരളത്തിലെ ഓഫീസർ കൂടിയായിരുന്നു ഈ രത്തൻ യു കേൽക്കർ കേട്ടോ. അപ്പോൾ കേരള മുഖ്യമന്ത്രിയുടെ പുതിയ സെക്രട്ടറിയായി നിയമിതനായ IAS ഉദ്യോഗസ്ഥൻ രത്തൻ യു കേൽക്കർ. ലഹരി മാഫിയക്കെതിരെ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച സംസ്ഥാന വ്യാപകമായ പരിശോധനയാണ് ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോ ഹണ്ട് എന്നിവ കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ എന്താണ്? ലഹരി മാഫിയക്കെതിരെ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച സംസ്ഥാന വ്യാപക പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോ ഹണ്ട് കേട്ടോ.
ഇനി നമ്മുടെ കേരളത്തിലെ നിലവിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണ്? രമേശ് ചെന്നിത്തലയാണ് കേട്ടോ. നിലവിലെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം ഹരിപ്പാടാണ്. വിദ്യാർത്ഥികളിൽ സൈബർ സുരക്ഷാ അവബോധം വളർത്തുന്നതിനും സൈബർ ഭീഷണികളിൽ നിന്ന് അവർക്ക് സംരക്ഷണം നൽകുന്നതിനുമായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് കിഡ് ഗ്ലോവ് പദ്ധതി കേട്ടോ. കിഡ് ഗ്ലോവ് പദ്ധതി പ്രൊജക്ട്. മുതിർന്ന പൗരന്മാർക്ക് സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങളും അടിയന്തര സഹായങ്ങളും ലഭ്യമാക്കുന്നതിനായി കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ജീവൻ കേട്ടോ. അപ്പോൾ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷനാണ് ജീവൻ. അടുത്ത പോയിന്റ് നോക്കാം. ISROയുടെ വീനസ് ഓർബിറ്റർ മിഷനായ ശുക്രയാനിൽ പങ്കാളിയാകാനും ശുക്രനിലെ പ്ലാസ്മ പ്രതിപ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ വിനീഷ്യൽ ന്യൂട്രൽസ് അനലൈസർ അഥവാ VNA എന്ന ഉപകരണം പരീക്ഷിക്കുവാനും തീരുമാനിച്ച രാജ്യം സ്വീഡനാണ് കേട്ടോ. സ്വീഡൻ. അഴിമതിരഹിത ഭരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ വിജിലൻസ് നടപ്പാക്കുന്ന പദ്ധതിയാണ് പ്രൊജക്ട് സീറോ കേട്ടോ. പ്രൊജക്ട് സീറോ. രാജ്യത്തെ ജനസംഖ്യാ വ്യതിയാനത്തിനുള്ള കാരണങ്ങൾ പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയമിച്ച സമിതിയുടെ അധ്യക്ഷൻ ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നാവ്കർ ആണ്. അപ്പൊ രാജ്യത്തെ ജനസംഖ്യാ വ്യതിയാനത്തിനുള്ള കാരണങ്ങൾ പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയമിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നാവ്കർ ആണ്. സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റിന്റെ 2026 അവാർഡിന് അർഹനായ നോവലിസ്റ്റ് ജോർജ് ഓണക്കൂറാണ്. ജോർജ് ഓണക്കൂർ. സംസ്ഥാനത്തെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം എന്നാണ്. മ്യൂസിയം നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. പഠിച്ചു നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. സംസ്ഥാനത്തെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. സ്ത്രീ സംരംഭകർക്കായി കുടുംബശ്രീ ആരംഭിച്ച ക്യാമ്പയിനാണ് പുനർജ്വാല. സ്ത്രീ സംരംഭകർക്കായി കുടുംബശ്രീ ആരംഭിച്ച ക്യാമ്പയിൻ പുനർജ്വാല. പട്ടികജാതി വിഭാഗത്തിന്റെ ക്ഷേമവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സാമൂഹ്യ ശാക്തീകരണ മന്ത്രാലയം പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് അജയ്. ഈ പട്ടികജാതി വിഭാഗത്തിന് വേണ്ടി കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം പുറത്തിറക്കിയ ഓൺലൈൻ പോർട്ടലാണ് PM അജയ് എന്ന് പറയുന്നത്. അപ്പോൾ അജയ് എന്ന് പറയുമ്പോൾ കണക്ട് ചെയ്തോണം പട്ടികജാതി വിഭാഗമായിട്ട് കേട്ടോ. അടുത്ത പോയിന്റ്. 2032ഓടെ ചന്ദ്രനിൽ മനുഷ്യർക്കായി ഒരു സ്ഥിരം താവളം പണിയാൻ ലക്ഷ്യമിടുന്ന ബഹിരാകാശ ഏജൻസി നാസയാണ്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഉയർത്തുന്ന സൈബർ ഭീഷണികളിൽ നിന്ന് ബാങ്കിംഗ് മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ച കമ്മിറ്റിയാണ് ക്യൂസേഫ്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഉയർത്തുന്ന സൈബർ ഭീഷണികളിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ. അപ്പോൾ ക്വാണ്ടം ഫോർ ക്യൂ എന്ന് ക്യൂസേഫ് കേട്ടോ. കണക്ട് ചെയ്തോണേ. 2026 ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന സ്ത്രീകൾക്കായിട്ടുള്ള അന്നപൂർണ യോജന എന്ന ധനസഹായ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് കേട്ടോ. അപ്പോൾ അന്നപൂർണ യോജന എന്ന സ്ത്രീകൾക്കായിട്ടുള്ള ധനസഹായ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാൾ. 2026 മെയ് മാസത്തിൽ സിദ്ധരാമയ്യ രാജിവെച്ചതിനെ തുടർന്ന് കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്ന വ്യക്തി DK ശിവകുമാർ. അപ്പോൾ കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രി DK ശിവകുമാർ. അടുത്തിടെ ലോകത്തിലെ ഏറ്റവും ചിലവേറിയ രാജ്യം എന്ന പദവി സ്വന്തമാക്കിയ രാജ്യം ഏതാണ്? ഐസ്ലൻഡ് ആണ് കേട്ടോ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ചിലവേറിയ രാജ്യം എന്താണ്? ഐസ്ലൻഡ് ആണ്. കേരളത്തിന്റെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായ വ്യക്തി ഡോക്ടർ A കൗശികനാണ് കേട്ടോ. നമ്മുടെ രത്തൻ യു കേൾക്കർ രാജിവെച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പുതിയ സെക്രട്ടറി ആയിട്ട് പോയതിനെ തുടർന്ന് പുതിയതായിട്ട് നിയമിതനായ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ കേരളത്തിന്റെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആരാണ്? ഡോക്ടർ A കൗശികനാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത സൈനികരുടെ ഓർമ്മക്കുറിപ്പുകൾ അടങ്ങിയ പുസ്തകത്തിന്റെ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യയിൽ ആദ്യമായി സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 3 ദിവസം വരെ ആർത്തവ അവധി പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളമാണ്. നമ്മുടെ കേരളമാണ്. അടുത്ത പോയിന്റ്. അടുത്തിടെ ഇന്ത്യയിലെ മനുഷ്യക്കടത്തും ലൈംഗിക ചൂഷണവും തടയുന്നതിനായി സുപ്രീം കോടതിയിൽ 22 വർഷം നീണ്ട നിയമ പോരാട്ടം നടത്തി ചരിത്രവിധി സമ്പാദിച്ച സന്നദ്ധ സംഘടനയാണ് പ്രജ്വല എന്ന് പറഞ്ഞ സംഘടന കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും, പഠിച്ചു വെക്കണം. അപ്പോൾ എന്താണ്? അടുത്തിടെ ഇന്ത്യയിലെ മനുഷ്യക്കടത്തും ലൈംഗിക ചൂഷണവും തടയുന്നതിനായി സുപ്രീം കോടതിയിൽ 22 വർഷം നീണ്ട നിയമ പോരാട്ടം നടത്തി ചരിത്രവിധി സമ്പാദിച്ച സന്നദ്ധ സംഘടനയാണ് പ്രജ്വല എന്ന് പറഞ്ഞത്. ഈ പ്രജ്വല എന്ന സന്നദ്ധ സംഘടനയുടെ സ്ഥാപക ആരാണ്? സുനിത കൃഷ്ണനാണ് കേട്ടോ. അപ്പോൾ പ്രജ്വല എന്ന സന്നദ്ധ സംഘടനയുടെ സ്ഥാപക സുനിത കൃഷ്ണനാണ് കേട്ടോ. ക്ലിയർ ആണ്? അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ നമ്മുടെ ചാനൽ ഫോളോ അപ്പ് ചെയ്യുക. അതുപോലെ തന്നെ CPO WCPO പരീക്ഷയ്ക്ക് എഴുതുന്നവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
അതൊക്കെ മാക്സിമം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബാക്കിയുള്ള കൂട്ടുകാർക്കൊന്ന് റെക്കമെൻഡേഷൻ ചെല്ലുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകളുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. മാക്സിമം എല്ലാവരും ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. അപ്പം ക്ലാസ് അവസാനം വരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.